ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാ. ഞങ്ങൾ ആക്ച്വലി നമ്മൾ സാറ്റർഡേസ് ആണ് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് 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 സാധനങ്ങൾ മേടിക്കണം. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നാലോ? കമോൺ ഗൈസ്. എവിടേക്കാണോ പോകുന്നത് എനിക്കറിയത്തില്ല. ലുലു ആണോ, നെസ്റ്റോ ആണോ, കരാമയാണോ ഒന്നും അറിയില്ല. നമുക്ക് പോയിട്ട് വരാം. ആൻഡ് ബൈ ദ വേ, ഞാൻ ഈ നനഞ്ഞ കുഴിനൊപ്പം ഇരിക്കുന്നത് ഇപ്പം അങ്ങോട്ട് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ ഗൈസ്. പോരാണ്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് കുറച്ച് കോപ്രായം കാണിച്ചില്ലെങ്കിലും സമാധാനം ഇല്ലല്ലോ. അങ്ങനെ റെഡിയായി ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ, അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എൻ്റെ ശ്രീകുട്ടൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്റ്റിൽ മൊബൈൽ ഫോണിലാണ്. ഇന്ന് കളിയുണ്ട് ചെന്നൈൻ്റെ. ആളൊരു ചെന്നൈ ഫാനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചെന്നൈൻ്റെ കളിക്കൊക്കെ ഞങ്ങൾ എപ്പോഴും പുറത്തായിരിക്കും. അന്നേരമൊക്കെ പുള്ളി ഇങ്ങനെ തന്നെ ഫോണും പിടിച്ച് നടക്കുന്നുണ്ടാവും. ഇതുപോലത്തെ ഒരു ക്രിക്കറ്റ് ഭ്രാന്തന്മാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഹാളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല, അത്രയ്ക്കും തിരക്കായിരുന്നേ. പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് ലോഞ്ചിലേക്ക് പോയി. ഇത് കണ്ടോ, ഇവിടെ ഇതൊരു ബസ് സ്റ്റേഷനാണ്. നമുക്ക് ഈ സലാലയിലേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ ആയിട്ട് ഉണ്ടാവാറുള്ളത്. അങ്ങനെ കാലിക്കറ്റ് ലോഞ്ചിലെത്തി. ഞങ്ങൾ ഇതുവരെ അങ്ങനെ കാലിക്കറ്റ് ലോഞ്ചിൽ നിന്ന് ചായ കുടിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. നല്ല ചായയാണ് കേട്ടോ കാലിക്കറ്റ് ലോഞ്ചിലൊക്കെ. നമ്മൾ ചായൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പപ്സും പ്ലം കേക്കും പിന്നെ ചിക്കൻ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പണ്ട് ഹോസ്റ്റലിൽ നിന്ന് ചിക്കൻ റോൾ കിട്ടുമായിരുന്നേ. ഹോസ്റ്റലിൽ നല്ല സ്കൂളിൻ്റെ ക്യാൻറ്റീൻ, കോളേജിൻ്റെ ക്യാൻറ്റീനിൽ. അന്നത്തെ ചിക്കനെ കാണണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഇറങ്ങി നിന്ന് തപ്പണമായിരുന്നു കേട്ടോ. കാരണം അരിഞ്ഞ് കുഞ്ഞു പീസായിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ വലിയൊരു ചായ ലവേഴ്സ് അല്ല, പക്ഷേ ഇങ്ങനെ ഫ്രൈഡേ സാറ്റർഡേസ് ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അതോ മെയിൻലി ചിലപ്പോൾ നമ്മൾ MRI കോഴിക്കോടൻസിനും ആയിരിക്കും. എന്നാലും കൂടുതലും MRI തന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കാറുള്ളത് കേട്ടോ. എനിക്ക് അവിടുത്തെ ചായ നല്ല ഇഷ്ടമാണ്, MRIത്തെ. ഇന്ന് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത് നെസ്റ്റോയിലാണ്. റൂവിയിലുള്ള നെസ്റ്റോയിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കാരണം നമ്മൾ മന്ത്ലി ഫസ്റ്റ് തന്നെ അത്യാവശ്യം ഫില്ല് ചെയ്യേണ്ട ഒരുപാട് സാധനങ്ങൾ അങ്ങ് മേടിച്ച് വെക്കാറുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ നമുക്ക് മേടിക്കേണ്ടേ വരുന്നുള്ളൂ കേട്ടോ. ശ്രീകുട്ടൻ ബോഡി സ്പ്രേ നോക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നടന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. ഞാനൊരു കറക്കം കറങ്ങി വന്നപ്പോഴും പുള്ളി സ്റ്റിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയി. ഇതാണല്ലോ ഇപ്പോഴത്തെ താരം. GCC കൺട്രീസിലുള്ളവരടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇപ്പോൾ തേങ്ങ അരച്ചുള്ള കറിയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ വള്ളിപ്പയർ. നാട്ടിൽ ഞങ്ങൾ അങ്ങനെ കേട്ടോ പറയാം, വള്ളിപ്പയറെന്ന്. അതിനിടയ്ക്ക് ശ്രീകുട്ടൻ വേറൊരു സൈഡിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അടുത്ത് പോയത് ഫ്രൂട്ട്സ് നോക്കാനായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സിനൊക്കെ മുന്നത്തെക്കാട് അത്യാവശ്യം നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. അതുകൊണ്ട് നോക്കിയും കണ്ടും മേടിച്ചില്ലെങ്കിൽ പണി നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് നോക്കിയും കണ്ടാട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. എല്ലാം മറ്റത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വാരി വലിച്ചെടുക്കുമായിരുന്നേ. 2-3 ട്രിപ്പ് ഇപ്പം അങ്ങ് വാരി വലിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല എന്നുള്ളത്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഉണ്ടപ്പോൾ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ. പണ്ട് മുതലേ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഫ്രൂട്ടാണ് ഈ ആപ്പിള്. പണ്ട് മുതൽ എനിക്ക് എന്തോ അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ പാലാണെങ്കിലൊക്കെ ഞങ്ങളധികം ചായയൊന്നും കുടിക്കാത്തതുകൊണ്ട് കുറച്ച് ചെറുത് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. വല്ലപ്പോഴും കുടിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ മേടിച്ചു. ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നേ, ഭയങ്കര കാറ്റായിരുന്നു. ഒരു പൊടിക്കാറ്റ് ടൈപ്പായിരുന്നു ഫുള്ളും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം നടന്ന് വീട്ടിലേക്ക് എത്തി. നമ്മുടെ ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ നെസ്റ്റോയിലേക്കാണെങ്കിലും ലുലുവിലേക്കാണെങ്കിലും കരാമയും ഗ്രാൻഡും ഒക്കെ നമുക്ക് അടുത്തുണ്ട്. നമുക്ക് അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റടിച്ചതിൻ്റെ ചെവി രണ്ടും അങ്ങ് അടയും, പിന്നെ തുമ്മാൻ തുടങ്ങും. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ നടന്ന് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ.